കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇങ്ങോട്ടേക്ക് നല്ല മഴയാണ്. തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയായിട്ട് പിള്ളേർക്ക് അവധിയും കൂടി ആട്ടോ. അപ്പോൾ ഊഹിക്കാലോ ഇവിടുത്തെ മഴ എത്രത്തോളമാണെന്ന്. ഇതുവരെ പെയ്യാതിരുന്നൊക്കെ 2-3 ദിവസം കൊണ്ട് നിർത്താണ്ട് അങ്ങോട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ചേട്ടാ കഴിഞ്ഞ ദിവസം കടയിൽ പോയി കുറച്ച് ബീഫ് മേടിച്ചിട്ടുണ്ടായിരുന്നേ. ഇവിടെ അങ്ങനെ എപ്പോഴൊന്നും മേടിക്കാറില്ല, വല്ലപ്പോഴും മാത്രമേ മേടിക്കാറുള്ളൂ. ഒന്നാമത്തത് ഞാനും ചേട്ടായും മാത്രമേ കഴിക്കുള്ളൂ, പിള്ളേരൊന്നും കഴിക്കില്ല. അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ മേടിക്കാനായിട്ട് മടിക്കുന്നത്. ഇപ്പോൾ കുറച്ച് ബീഫും അതേപോലെ തന്നെ കുറച്ച് എല്ലും അങ്ങനെ 2 ആയിട്ടാട്ടോ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ കപ്പ എങ്ങാനും കിട്ടുകയാണെന്നെങ്കിൽ കപ്പ ഇറച്ചിയും വെക്കാമല്ലോ, അതൊക്കെ കണ്ടിട്ടാണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ മേടിച്ച ബീഫൊക്കെ ഞാനിവിടെ 3 കവറിലായിട്ട് 3 ആക്കി വെക്കുന്നുണ്ട്. ഒന്ന് കുറച്ച് ഉരുളക്കിഴങ്ങിട്ട് തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് അങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ഒന്നിങ്ങ് റോസ്റ്റ് പോലെ വെക്കാനും പിന്നെ കപ്പ ഇറച്ചിയും വെക്കാനും. അങ്ങനെയാണ്. ഞങ്ങൾ 2 പേരും ഉള്ളതുകൊണ്ട് എല്ലാം കൂടി ഒരുമിച്ച് ഒറ്റ ടേസ്റ്റിൽ പോകണ്ട, കുറച്ച് വെറൈറ്റി ആയിട്ട് 3 ആയിട്ട് പിടിക്കാമെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഉരുളക്കിഴങ്ങിട്ട് വെക്കുന്നത് ഇപ്പോഴേ അങ്ങ് വെക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉരുളക്കിഴങ്ങും അതേപോലെ തന്നെ ചാറും പിള്ളേർ കഴിച്ചോളും, ഇറച്ചി കഴിക്കില്ല എന്നേ ഉള്ളൂ. സവാളയും അതേപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയതിന് ശേഷം പൊടികളൊക്കെ ചേർത്ത് ഇറച്ചിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഒന്നിങ്ങ് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് വെന്ത് വരുമ്പോഴാണ് ഇതിനകത്തേക്ക് ഉരുളക്കിഴങ്ങും അതേപോലെ തന്നെ തേങ്ങയുടെ 2ാം പാലും കൂടി ചേർത്ത് ഒറ്റ വിസിൽ കേൾപ്പിക്കുന്നത്. അതിനുശേഷം 1ാം പാലും കൂടി ചേർത്ത് ചൂടാക്കി കടുക് താളിച്ച് ചേർക്കാനാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് ബീഫ് മപ്പാസ് ഉണ്ടാക്കുന്നത് പോലെ ഇത് മസാലയൊക്കെ ചേർത്തിട്ടുള്ള ഒരു ബീഫ് മപ്പാസ് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. കേരളത്തിൻ്റെ ഏതൊക്കെ സൈഡിൽ ഈ റെസിപ്പി ഉണ്ടെന്നൊന്നും ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ, എന്നാണെങ്കിലും ഞങ്ങൾ അങ്ങോട്ടേക്കുണ്ട് കേട്ടോ. ഇറച്ചി ഒരു 3/4 ഭാഗം വേവായി കഴിഞ്ഞപ്പോൾ ഉരുളക്കിഴങ്ങും അതേപോലെ തന്നെ 2ാം പാലും കൂടി ചേർത്ത് ഫുൾ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ അത്ര മാത്രം മതി. പിന്നെ 1ാം പാലും കൂടി ചേർത്ത് ഒന്നിങ്ങ് കടുകും കൂടി താളിച്ച് ചേർക്കണം. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറിയും കൂടി എൻ്റെ ആയല്ലോ. കൂടെ തന്നെ അപ്പത്തിനും കൂടി അരി ഇട്ടിട്ടുണ്ട്, അതും കൂടി അരച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ പിള്ളേരാണെങ്കിലും കഴിച്ചോളും. അപ്പോൾ ഉരുളക്കിഴങ്ങും ചാറും കൂടി കൂട്ടി അവർ കഴിച്ചോളും, ഞങ്ങൾ ബാക്കി കറിയും കൂടി കൂട്ടി കഴിക്കും. എളുപ്പപ്പണി എത്രത്തോളം ചെയ്യാമോ അത്രത്തോളം ഞാൻ വൈകുന്നേരമൊക്കെ ചെയ്ത് വെക്കാറുണ്ട് രാവിലത്തേക്ക് വേണ്ടി. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പത്തിൻ്റെ മാവും കൂടി അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ ആട്ടോ അരച്ച് വെക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ നല്ല മഴയാണ്, അപ്പോൾ എങ്ങാനും പൊങ്ങാൻ വൈകിയാലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ തന്നെ ഇതങ്ങ് അരച്ച് വെച്ചത്. പിന്നെ ഇന്നലെ നമ്മളിട്ട് നാരങ്ങാച്ചാറൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ശരിക്കും വെള്ളമൊക്കെ ഇറങ്ങി അതേപോലെ തന്നെ എരിവും പുളിയും ഒക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി ഇനി ഇത്രയേ ഉള്ളൂ. നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നേ.